ഹരി ഓം തത്സത്. ശ്ലോകമാണ് 26-ാമത്തെ ശ്ലോകം, 13-ാമത്തെ അധ്യായം. 13-ാമത്തെ അധ്യായത്തിൻ്റെ പേര് പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിൽ നിന്നാണ്. 26-ാമത്തെ ശ്ലോകം വായിക്കാം. അന്യേതേവമജാനന്ത ശ്രുത്വാന്യേഭ്യ ഉപാസത്തെ തേഭി ചാതി തരന്ത്യവ മൃത്യും ശ്രുതിപരായണാഃ. അന്യേതേവമജാനന്ത ശ്രുത്വാന്യേഭ്യ ഉപാസത്തെ തേഭി ചാതി തരന്ത്യവ മൃത്യും ശ്രുതിപരായണാഃ. വായിച്ചോളൂ. അന്യേതേവമജാനന്ത ശ്രുത്വാൻ ഉപാസത്തെ. അർത്ഥം വായിക്കാം. അന്യേതു അന്യർ ചിലരാകട്ടെ, ഏവം ഇപ്രകാരം, അജാനന്ത ആധ്യാത്മിക ജ്ഞാനമില്ലാത്തവരായി, അന്യേഭ്യ അന്യരിൽ നിന്ന്, ശ്രുത്വ ശ്രവിച്ചിട്ട്, ഉപാസത്തെ ഉപാസിക്കുന്നു, തേ അപിച്ച അവരും, ശ്രുതിപരായണാഃ ശ്രവണത്തിൽ തൽപരരായിട്ട്, മൃത്യുവിനെ അതിതരന്തിയേവ തരണം ചെയ്യുക തന്നെ ചെയ്യുന്നു. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് കി ജയ്. ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ആധുനിക സമൂഹത്തിന് പ്രത്യേകിച്ചും ബാധകമാണ് ഈ ശ്ലോകത്തിലെ വിഷയം എന്ന് പറയും. അപ്പം ഈ ശ്ലോകം പ്രത്യേകിച്ച് ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? സ്പെസിഫിക്കലി ഫോർ അസ്, നമ്മൾക്ക് വേണ്ടി പ്രത്യേകം ഭഗവാൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്യേ ദേവം അജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ. ഇതിൻ്റെ മുന്നേ ഉള്ള ശ്ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളെ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ച ആപരേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഈ ശ്ലോകം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? അവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? തേബി ചാതി തരന്ദേവ മൃത്യും ശ്രുതിപരായണ. ഇതിൻ്റെ വിഷയം എന്താണ്? നമ്മൾക്ക് ഒരു പ്രത്യേക ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മൃത്യുവില്ല. മരണത്തിനെ അതിക്രമിക്കുന്ന ജ്ഞാനത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു വിഷയം ആധുനിക സമൂഹം എടുക്കാത്തൊരു വിഷയമാണ് അല്ലേ? ചർച്ച ചെയ്യാത്ത വിഷയമാണ്. നമ്മൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? നമ്മുടെ സ്കൂളിൽ LKG മുതൽ നമ്മൾ PhD വരെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, പല വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടോ, ഇന്നത്തെ ക്ലാസ് എന്തിനെക്കുറിച്ചാണ്? നിങ്ങൾക്കെങ്ങനെ മരണത്തിനെ അതിക്രമിക്കാം, മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ പോകാം, അതാണ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ? സബ്ജക്റ്റ് ഇല്ല അല്ലേ? അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അപ്പം അങ്ങനെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ശ്ലോകം ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം അത് പഠിക്കാത്തവർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഈ ശ്ലോകം പറഞ്ഞിട്ടുള്ളത് അല്ലേ? അന്യേ ദേവം അജാനന്ദ
അജാനന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി, പഠിക്കാൻ ചാൻസ് കിട്ടാത്തവർക്ക് വേണ്ടി ഭഗവാൻ പറയും. അപ്പോൾ ഭഗവാൻ അറിയാം കലിയുഗത്തിൽ പഠിക്കാൻ ചാൻസ് കിട്ടാത്ത ആളുകളുണ്ടാവും. എന്തിനെക്കുറിച്ച് പഠിക്കാൻ ചാൻസ് കിട്ടാത്തവർ? അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത യോഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ ചാൻസ് കിട്ടാം. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നത്. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരെ. ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. മൃത്യുവിനെ തരണം ചെയ്യുക, അല്ലേ? മരിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുക, അതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം, അല്ലേ? ഇപ്പം നമ്മൾ ഭൗതിക ലോകത്തിൽ ജനിച്ചും മരിച്ചും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ വിഷയം എങ്ങനെ മരണത്തിനെ അതിക്രമിക്കാം എന്നുള്ളതാണ്. അപ്പം മരണത്തിനെ അതിക്രമിക്കാൻ ഒരേ ഒരു വഴി ഉള്ളൂ എന്നാണ് ശാസ്ത്രത്തിലൊക്കെ പറയുന്നത്. എന്താണ് വഴി? അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ 4-ാമത്തെ അധ്യായത്തിൽ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ ആ ഒരു മെത്തേഡ് പറയുന്നുണ്ട്. എന്താണ് മെത്തേഡ്? ജന്മകർമ്മചമേ ദിവ്യം ഏവം യോവേതി തത്വത തെക്വാ ദേഹം പുനർജന്മനൈതി മാമേതി സോർജുന. ആരാണോ ഭഗവാനെ മനസ്സിലാക്കുന്നത്, ഭഗവാനെ മനസ്സിലാക്കിയവർക്കേ മൃത്യുവിനെ തരണം ചെയ്യാൻ സാധിക്കുള്ളൂ. വേറെ മെത്തേഡില്ല. നമ്മൾക്ക് ചിലപ്പോൾ ഒരുപാട് മെത്തേഡ് ഉള്ളതായിട്ട് തോന്നാം, അല്ലേ? കാരണം ഭഗവത്ഗീതയിൽ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ പറയുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചോദിക്കും, അല്ലേ? ഭഗവത്ഗീതയിൽ കർമ്മയോഗം പറയുന്നുണ്ട്, അല്ലേ? ധ്യാനയോഗം പറയുന്നുണ്ട്, ജ്ഞാനയോഗം പറയുന്നുണ്ട്, അഷ്ടാംഗ യോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളെക്കുറിച്ച് കർമ്മയോഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പൊതുവേ തോന്നാം, പുറത്തെത്തണമെങ്കിൽ, മോക്ഷം കിട്ടണമെങ്കിൽ ഒരുപാട് മാർഗമുണ്ട് എന്ന് നമ്മൾക്ക് തോന്നാം. പക്ഷേ മോക്ഷം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒരുപാട് മാർഗങ്ങളില്ല എന്നുള്ളതാണ് സത്യം. അത് ഭാഗവതത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാഗവതത്തിൽ എടുത്തു പറയുന്നു. എന്താണ്? ഹരിം വിനാ ന ശ്രുതിം ധരന്തി. ഹരിം വിനാ ന ശ്രുതിം ധരന്തി. ഹരിയെ കൂടാതെ, ഭഗവാനെ ശരണം പ്രാപിക്കാതെ നമ്മൾക്ക് ഈ ലോകത്തിൻ്റെ പുറത്ത് കിടക്കാൻ സാധിക്കുകയില്ല എന്ന് പറയും. ഇനി അഥവാ നമ്മൾ പുറത്ത് കടന്നാലും, അല്ലേ? ജയിലിൻ്റെ പുറത്ത് കിടക്കുന്നതിന് 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ഓതൻറ്റിക്കായിട്ട് നമ്മൾ പുറത്ത് കിടക്കാം. പ്രസിഡൻറ്റിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്ത് ദയ കിട്ടും, എന്താണ്, നമ്മൾക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടും. അപ്പോൾ നമ്മൾ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആരും നമ്മളെ പിടിച്ച് വീണ്ടും അകത്തിടുന്നില്ല. അത് ഓതൻറ്റിക്കായിട്ടുള്ള മെത്തേഡാണ്, പുറത്ത് കിടക്കാം. ഇനി ചില ആൾക്കാർ അങ്ങനെയൊന്നും പോകാണ്ട് മതിൽ ചാടി പുറത്ത്. അവരുടെ അവസ്ഥ എന്താണ്? അവർ പിടിക്കപ്പെടും, അല്ലേ? അവർക്ക് സ്വസ്ഥമായിട്ട് പുറത്ത് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവസരമുണ്ടോ? ഇല്ല. അവർ പിടിക്കപ്പെട്ട വീണ്ടും അകത്തേക്ക് പോകും. ഇങ്ങനെയാണ് ഭഗവാനെ കൂടാതെ ചിലപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾക്ക് മുക്തി കിട്ടാം, ജ്ഞാനമാർഗത്തിലൂടെ. ഭഗവാനെക്കുറിച്ച് അറിയാതെ ചിലപ്പോൾ ജ്ഞാനമാർഗത്തിലൂടെ താൽക്കാലിക മുക്തി കിട്ടാം. പക്ഷേ അവർക്ക് എന്ത് സംഭവിക്കും? പതന്തി അധാ. അവരും തിരിച്ച് ജയിലിനകത്തേക്ക് തന്നെ വരണം, ഭൗതിക ലോകത്തിലേക്ക് തന്നെ വരണം. ഇത് ഭാഗവതത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ന ഭജന്തി അവജാനന്തി സ്ഥാനഭ്രഷ്ടേ പതന്തി അധാ. അവർ വീണ്ടും താഴോട്ട് വരും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾക്ക് സ്ഥിരമായിട്ടുള്ള മുക്തി, പെർമനൻ്റ് ആയിട്ടുള്ള മുക്തി കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. എന്താണ് വഴി? ഭഗവാനെ ശരണം പ്രാപിക്കുക. ഭഗവാനെ ശരണം പ്രാപിക്കാതെ നമ്മൾക്ക് യഥാർത്ഥ മുക്തി കിട്ടുന്നില്ല. ഇത് പല രീതിയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ദൈവീഹേഷ ഗുണമയി മമമായ ദുരത്യയ മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ഭഗവാനെ ശരണം പ്രാപിച്ചവർക്കേ ഈ മായയെ തരണം ചെയ്ത് പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ശരണം പ്രാപിക്കൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം, അത് അത്ര ഈസി അല്ല, അല്ലേ? കാരണം എന്താണ്? നമ്മളൊരാളെ വിശ്വസിച്ച് ശരണം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അല്ലേ? നമ്മൾ അറിയാത്ത ഒരാളെ പോയിട്ട് ഞാൻ നിങ്ങളെ ശരണം പ്രാപിക്കുകയാണെന്ന് നമ്മൾ റോഡിൽ കൂടെ പോകുന്ന ഒരാളെ പോയി ശരണം പ്രാപിക്കും? ഇല്ല, നമ്മൾക്കറിയില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ്, ഇതൊന്നും അറിയുന്നില്ല.
അപ്പം നമ്മൾക്ക് വിശ്വാസം വന്ന വ്യക്തിയിലെ നമ്മൾ ശരണം പ്രാപിക്കും അല്ലേ. അപ്പം ഈ വിശ്വാസം വന്നതിന് ശേഷമാണ് ശരണം പ്രാപിക്കൽ, അതിന് ശേഷമാണ് ഭക്തി. അപ്പോൾ നേരത്തെ ശ്ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഭഗവാനിൽ വിശ്വാസം വരാനുള്ള മാർഗങ്ങളാണ്. നമ്മൾ ഒരു കല്യാണം നടത്തുന്നതിൻ്റെ മുന്നേ നമ്മളൊരു ചെക്കനെ കണ്ടുപിടിക്കും. നമ്മളെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, നമ്മുടെ മകളുടെ കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പയ്യനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം പല പയ്യന്മാരെ അന്വേഷിച്ചു. ഒരു പയ്യനെ കുറിച്ച് ബ്രോക്കർ പറഞ്ഞു. അപ്പം അടുത്ത ദിവസം തന്നെ നമ്മൾ കല്യാണം തീരുമാനിക്കും? ഇല്ല. നമ്മളെന്ത് ചെയ്യും? നമ്മൾ അന്വേഷിക്കും അല്ലേ. ആ പയ്യനെക്കുറിച്ച് പല രീതിയിലൂടെ അന്വേഷിക്കും. ഒരു വഴിയിലൂടെ മാത്രമല്ല അന്വേഷിക്കുന്നത്, പല രീതിയിലൂടെ അന്വേഷിക്കും. ഒന്ന് എന്ത് ചെയ്യും? നമ്മൾ നാട്ടുകാരോടൊക്കെ ചോദിക്കും എങ്ങനെയുണ്ട്. പിന്നെ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്തൊക്കെ പോയിട്ട് അന്വേഷിക്കും, എങ്ങനെയുണ്ട് പയ്യൻ, സ്വഭാവം എങ്ങനെയാണ്, ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കളിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ പല രീതിയിൽ അന്വേഷിക്കും. പിന്നെ വേറെ ഡയറക്റ്റായിട്ടും നമ്മൾ പോയിട്ട് അദ്ദേഹത്തിനെ കാണും, അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നമ്മൾ അദ്ദേഹത്തിനുമായിട്ട് കണക്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾക്ക് വിശ്വാസം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം വിവാഹം കഴിയും. അങ്ങനെയാണ് ഫെയ്ത്ത് ഡെവലപ്പായി കഴിഞ്ഞാൽ വിവാഹം നടക്കും. അങ്ങനെയാണ് മെത്തേഡ്. ഇതേപോലെ തന്നെയാണ് ഭഗവാനിൽ വിശ്വാസം നമ്മൾക്കുണ്ടാകാനുള്ള മാർഗങ്ങൾ. ആ വിശ്വാസം ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളെയാണ് വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങൾ എന്ന് പറയുന്നത്. കർമ്മയോഗമായാലും ധ്യാനയോഗമായാലും ജ്ഞാനയോഗമായാലും ഹഠയോഗമായാലും വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനുമായിട്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടി. കണക്ഷൻ കിട്ടിയാലേ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്കൊന്നും അറിയുന്നതേ ഇല്ല. ഇപ്പോൾ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നമ്മൾക്ക് അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെടാം. പരമാത്മാവുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള മാർഗങ്ങളാണ് യോഗം എന്ന് പറയുന്നത്. യോഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? മീറ്റിംഗ് അല്ലേ, കൂടിച്ചേരൽ. ഇപ്പോൾ ഇതൊരു യോഗമാണ്, എല്ലാവരും കാണുന്നുണ്ട്, പരസ്പരം കാണുന്നുണ്ട്. അതേപോലെ ഭഗവാനുമായിട്ട് യോഗമുണ്ടായാലോ നമ്മൾക്ക് ഭഗവാനെ കാണാം, ഭഗവാനെ വ്യക്തമായിട്ട് കാണാം, ഭഗവാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇൻട്രാക്ട് ചെയ്യണം അല്ലേ, ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. അങ്ങനെ നമ്മൾക്ക് ഭഗവാനെ കാണാനും ഭഗവാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സാധിക്കും, ഭഗവാനുമായിട്ട് സംസാരിക്കാം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? യോഗം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കുന്ന യോഗയല്ല അല്ലേ. യോഗ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ ശ്വാസം മുകളിലേക്ക് വലിക്കൂ പിന്നെ താഴോട്ട് വിടൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ യോഗമല്ല. ഭഗവാനെ കാണുന്നതാണ് യോഗം. പതഞ്ജലി യോഗസൂത്രത്തിലും യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനെ ആരാധിക്കുന്നതാണ്, വിഷ്ണുവിനെ ധ്യാനിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. അപ്പം പണ്ട് കാലത്ത് കലിയുഗം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഈ യോഗമാർഗങ്ങളൊക്കെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ചെറുപ്പത്തിൽ ഈ യോഗങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും നമ്മുടെ താല്പര്യം അനുസരിച്ച് ഏതെങ്കിലും ഒരു യോഗമാർഗത്തിലൂടെ നമ്മൾക്ക് പെട്ടെന്ന് മുന്നേറാൻ സാധിക്കും. കാരണം എല്ലാവരുടെയും സ്വഭാവം ഒരേപോലെയല്ല. നമ്മൾക്ക് ചില യോഗങ്ങൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് ജ്ഞാനയോഗത്തിലായിരിക്കും താല്പര്യം, ചില ആളുകൾക്ക് കർമ്മയോഗത്തിലായിരിക്കും താല്പര്യം, ചില ആളുകൾക്ക് ഹഠയോഗത്തിലായിരിക്കും താല്പര്യം, ഇങ്ങനെ ധ്യാനത്തിലായിരിക്കും താല്പര്യം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളിലൂടെ അവർക്ക് ഭഗവാനുമായിട്ട് കണക്ഷൻ കിട്ടും. ആദ്യം നമ്മൾ മനസ്സിലാക്കും ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കും അല്ലേ. അതുവരെ നമ്മൾ പൂർണ്ണമായിട്ട് ഇരുട്ടിലായിരിക്കും, ഭഗവാൻ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയുന്നില്ല. പക്ഷേ യോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ ഉണ്ട്, ഇത് ശരി തന്നെയാണ് എന്ന് മനസ്സിലാകും. പിന്നീട് വ്യത്യസ്ത നിലവാരത്തിൽ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കും. ഭഗവാന് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും, നമ്മൾക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ നമ്മൾക്ക് യോഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾക്ക് ഭഗവാനിൽ വിശ്വാസം വന്നു. ഇനി വിശ്വാസം വന്നിട്ട് എന്താണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ശ്രുത്വാന്യേഭ്യ ഉപാസതേ. വിശ്വാസം വന്ന് വെറുതെ ഇരിക്കുന്നതല്ല, വിശ്വാസം വന്നതിന് ശേഷമാണ് ഉപാസത. നമ്മൾ ഭഗവാനെ സേവിക്കണം.
അല്ലേ? ഭഗവാനെ സേവിക്കണം, അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. അങ്ങനെ സേവിക്കുന്നവർക്കാണ് എന്ത് സംഭവിക്കുന്നത്? ദേവി ഛാതി തരൻ ദേവ്യ മൃത്യും ശ്രുതിപരായണം. ഭഗവാനെ സേവിക്കുന്നവർക്കേ മൃത്യുവിൽ നിന്ന് തരണം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതാണ് മെത്തേഡ്. ഇപ്പം നമ്മൾ ഏത് യോഗമാർഗത്തിലൂടെ പോയാലും അവസാനം എന്ത് ചെയ്യണം? ഭഗവാനെ സേവിച്ചേ മതിയാവും. ഇത് നേരത്തെയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗത്തിനെ കുറിച്ച് പറഞ്ഞ് അവസാനം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യോഗിനാമപി സർവേഷാം മദ്ഗതേൻ അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മത. അവിടെ പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്? എല്ലാ യോഗമാർഗങ്ങളിലൂടെയും ഉയർന്നു വന്ന വ്യക്തി അവസാനം ഏറ്റവും ഉന്നതമായിട്ടുള്ള യോഗത്തിലെത്തും. ആ യോഗത്തിലെത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധാവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമുണ്ട്, ഭഗവാനിൽ വിശ്വാസമുണ്ട്. അത് ആദ്യത്തെ സ്റ്റെപ്പാണ്, അല്ലേ? ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവുക എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. ഈ വിശ്വാസം ഉണ്ടാകുന്നത് ഒരു സാധാരണ സംഗതിയല്ല എന്നാണ് പറയുന്നത്. വിശ്വാസം ഉണ്ടാകുന്നത് അത്ര എളുപ്പമല്ല. നമ്മളെ ചിലപ്പോൾ കളിയാക്കും, നിങ്ങൾ വെറും വിശ്വാസത്തിൻ്റെ പേരിലുള്ള ആൾക്കാരാണ്, അല്ല, നിങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിലാണ് അങ്ങനെ പോകുന്നത്. പക്ഷേ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഉയർന്ന മനുഷ്യന്മാർക്ക് മാത്രമുള്ള ക്വാളിറ്റിയാണ്. വേറൊരു ജീവികൾക്കും വിശ്വാസത്തിൻ്റെ പേരിലല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർ നേരിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ആര്? മൃഗങ്ങൾ. കണ്ടാലേ വിശ്വസിക്കും, കണ്ടാൽ മാത്രം വിശ്വസിക്കുന്നതാണ് മൃഗങ്ങൾ. വിശ്വാസത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യന്മാർ. പക്ഷേ ചില മനുഷ്യന്മാരും എന്ത് പറയാറുണ്ട്? ഞങ്ങൾ കണ്ടാലേ വിശ്വസിക്കുള്ളൂ, പ്രൂഫ് വേണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ആ നിലവാരത്തിൽ, വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ വിശ്വാസം ഉണ്ടാകുന്നത് അത്ര എളുപ്പമല്ല. ഒരുപാട് ജന്മത്തിലൂടെ നമ്മൾ ആർജിച്ച പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ്, ഒരുപാട് ജന്മത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ള ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. ഭഗവാനിൽ പ്രത്യേകിച്ചും വിശ്വാസം ഉണ്ടാകുന്നത്. ബഹൂനാം ജന്മനാമന്തി, അല്ല, ഒരുപാട് ജന്മങ്ങൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. പക്ഷേ ഭക്തിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് വിശ്വാസം. ആദൗ ശ്രദ്ധ. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള, എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലേ? ഇത്രയും ജന്മങ്ങൾ കടന്നു പോയിട്ടാണ് ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകുന്നത് തന്നെ. ആ വിശ്വാസം എന്താണ്? ഭക്തിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ആദൗ ശ്രദ്ധ. അപ്പോൾ ഭക്തന്മാരുടെ നിലവാരം എന്തായിരിക്കും, അല്ലേ? ആ ഭക്തന്മാരുടെ നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏറ്റവും ഉയർന്ന ഒരു നിലവാരമാണ്. ആ ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മൾക്ക് ഭഗവാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കും. അതിനുശേഷമാണ് ശ്രുതി എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്നത് കേൾക്കണമെങ്കിലും അത് മനസ്സിലാക്കണമെങ്കിലും എന്ത് വേണം? വിശ്വാസം. നമ്മൾക്ക് ഭഗവാനിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസമില്ലാത്തവരുടെ അവസ്ഥ എന്താണെന്നും ഭഗവാൻ പറയുന്നുണ്ട്. അശ്രദ്ധദാന പുരുഷ. ശ്രദ്ധയില്ലാത്തവർ, ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം, അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അശ്രദ്ധദാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാര വർമ്മനി. ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ ഭഗവത്ഗീത മുഴുവൻ വായിച്ചാലും ഭഗവാനെക്കുറിച്ച് അവർക്കൊന്നും മനസ്സിലാവില്ല. ഭാഗവതം മുഴുവൻ വായിച്ചാലും നേരെ വിപരീതമായിട്ട് പറയും. ഭഗവാനെക്കുറിച്ച് കറക്റ്റായിട്ട് ഒന്നും മനസ്സിലായി. ഇതൊരു കഥയാണെന്ന് പറയും. ഇതെന്തോ കഥയാണ്, പണ്ടാരോ എഴുതി വെച്ച കഥയാണ് എന്നൊക്കെ പറയും. പിന്നെ അവരുടെ കഥ അവർ പറയും. അവർക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ അവർ അങ്ങനെ പറയും. കാരണം എന്താണ്? വിശ്വാസമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവുകയില്ല എന്ന് നേരത്തെ ഭഗവാൻ പറയുന്നുണ്ട്. വിശ്വാസമുള്ളത് കൊണ്ടാണ് നിനക്ക് ഞാൻ ഇത് ഉപദേശിക്കുന്നത് എന്നും ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, അല്ലെ? അനസൂയവേ, നിനക്ക് എന്നോട് യാതൊരു അസൂയുമില്ല, നിനക്ക് എന്നിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ രഹസ്യജ്ഞാനം ഉപദേശിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ശേഷമാണ് പിന്നെ ആദൗ ശ്രദ്ധ,
തഥാ സാധുസംഗം. പിന്നീട് ഭജനക്രിയ. ഇതൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം ഉണ്ടാകുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങൾ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഗുരുകുലങ്ങളിൽ, പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയുഗത്തിൻ്റെ മുന്നേയുള്ള യുഗങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അതിനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു യോഗം പഠിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ? നമ്മൾക്ക് ഏതെങ്കിലും ഒരു യോഗം കൃത്യമായിട്ട് അറിയാം എന്ന് പറയാൻ സാധിക്കുമോ? കർമ്മയോഗത്തിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾക്ക് അറിയുന്നില്ല. കർമ്മയോഗത്തിനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയാം, ഞാൻ പറഞ്ഞു തരാം എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. ധ്യാനയോഗത്തിനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയാം, പറയാൻ സാധിക്കുമോ? ഒരു യോഗത്തിനെ കുറിച്ച് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയുകയില്ല. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഈ യോഗത്തിൻ്റെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കർമ്മയോഗം, ധ്യാനയോഗം, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. അല്ലാണ്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? നമ്മൾക്ക് സാധിക്കുകയില്ല. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അല്ലേ? അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ വേറൊരു മെത്തേഡ് പറയുന്നത്. ഈ യോഗങ്ങളൊക്കെ മാറ്റി വെച്ചേക്ക്, സർവധർമാൻ പരിത്യജ, ഈ യോഗങ്ങളൊക്കെ മാറ്റി വെച്ചേക്ക്. വേറൊരു വഴിയുണ്ട്, വേറൊരു ഈസി മെത്തേഡുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? അന്യേ ദേവം അജാനന്ദ, ഈ യോഗങ്ങളൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾക്ക് യോഗം അറിയില്ല എന്നുള്ളൊരു കാര്യം, അല്ലേ? ഇത് നമുക്ക് അറിയില്ല എന്നുള്ളത് ഒരു ജ്ഞാനമാണ്, അല്ലേ? ചില ആൾക്കാർക്ക് അറിയില്ലെങ്കിലും അറിയില്ല എന്ന് അറിയില്ല, അതാണ് പ്രശ്നം. അറിയില്ലെങ്കിലും നമ്മൾ അറിയും എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ആദ്യം അറിയേണ്ടത് ഇത് നമ്മൾക്ക് അറിയില്ല എന്നുള്ളത്. നമ്മൾ അജാനന്ദന്മാരാണ്, നമ്മൾക്ക് ഈ യോഗങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഭഗവാൻ ആരെയും ഒഴിവാക്കുന്നില്ല, അല്ലേ? ഭഗവാൻ അത്രയും കാരുണ്യം ഉള്ളതുകൊണ്ട് ഭഗവാൻ അവരെ ഒഴിവാക്കുന്നില്ല. അവർക്ക് വേണ്ടി എന്താണ് പറയുന്നത്? അന്യേ ദേവം അജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ, അവർ ഈ യോഗങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറൊരു വഴി പറഞ്ഞു തരാം. എന്താണ് ഭഗവാൻ പറയുന്നത്? ശ്രുത്വാന്യേഭ്യ ഉപാസതേ, കേട്ടാൽ മാത്രം മതി. കേൾക്കുന്ന മെത്തേഡാണ്, ശ്രുതിയാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്ന മാർഗം, അല്ലെങ്കിൽ ശ്രവണം. ഭഗവാൻ നിർദ്ദേശിക്കുന്ന മാർഗം എന്താണ്? ശ്രവണമാണ്. ഭക്തിയോഗത്തിലെ ആദ്യ സ്റ്റെപ്പും അത് തന്നെയാണ്, ശ്രവണം, അല്ലേ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ ശ്രവണത്തിലൂടെ തന്നെ നമ്മൾക്ക് എന്ത് സംഭവിക്കും? ഈ യോഗത്തിലൂടെ കിട്ടിയ എല്ലാ കഴിവുകളും നമ്മൾക്ക് ശ്രവണത്തിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത്. അത്ര ഈസിയാക്കി തന്നിട്ടുണ്ട് ഭഗവാൻ, അല്ലേ? അല്ലെങ്കിൽ മറ്റുള്ള യോഗങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ധ്യാനയോഗമൊക്കെ പറയുന്നുണ്ട്, എന്താണ്? ഒറ്റയ്ക്ക് പോയിട്ടിരിക്കണം. ഒറ്റയ്ക്ക് പോയിട്ട് നിങ്ങൾ ഏകാകി രഹസ്യസ്ഥിത എന്ന് പറയുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ എല്ലാവരും ബാച്ചായിട്ട് യോഗം, ഇൻ്റർനാഷണൽ യോഗ ഡേയിൽ എന്താണ് ഗിന്നസ് റെക്കോർഡുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ യോഗയിൽ പങ്കെടുത്തു. അതെങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ യോഗയിൽ പങ്കെടുക്കുക? യോഗ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് പറയുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാധനം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചേർന്നിട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലിയുഗത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്, അല്ലേ? അതിന് കൈതവ ധർമ്മം, ചീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല. നമ്മളും ഭഗവാനും മാത്രമേ യോഗത്തിലുള്ളൂ. ആ യോഗത്തിൽ വേറെ ആളുകളില്ല. ഏകാകി രഹസ്യസ്ഥിത. അതിന് നമ്മൾക്ക് കുറച്ച് ബേസിക്കലായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം, ധൈര്യം ഉണ്ടായിരിക്കണം, അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കണം. ഒരുപാട് വർഷമെടുക്കും, അല്ലേ? നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്, മഹർഷിമാരൊക്കെ, വാൽമീകി മഹർഷി 60,000 വർഷം തപസ് ചെയ്തു. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയാം അതൊരു കഥയാണ്. 60,000 വർഷം ആരെങ്കിലും തപസ് ചെയ്യും? കാരണം സത്യയുഗത്തിലാണ്, അല്ലേ? സത്യയുഗത്തിൽ 1,00,000 വർഷം ആയുസ്സുണ്ട്. അപ്പം അവർക്ക് അത്രയും ചെയ്യാനുള്ള ആ ക്യാപ്പബിലിറ്റി, അതുകൊണ്ട് അവർ ചെയ്യും. നമ്മൾക്കത് ചെയ്യാനുള്ള അവസരമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ശ്രുത്വാന്യേഭ്യ ഉപാസതേ. ഇതും ഒരു തപസ്യ തന്നെയാണ്. കലിയുഗത്തിലെ തപസ്യ എന്താണ്? കേൾക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് കേൾക്കുമ്പം വലിയ ഈസി ആയിട്ട് തോന്നും, പക്ഷേ കേൾക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല, അല്ല? കേൾക്കുന്നത് പോലും നമ്മൾക്ക് ഇന്ന് അത്ര ഈസിയല്ല കലിയുഗത്തിൽ. കാരണം ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഹ്യുപദ്രുത, നമ്മുടെ മൈൻഡ് അതിന് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്.
നമ്മുടെ മനസ്സതിന് സമ്മതിക്കുകയില്ല. കലിയുഗത്തിൽ ഡിസ്റ്റർബ്ഡാണ് നമ്മുടെ മനസ്സെപ്പോഴും. ഇരിക്കുന്ന സമയത്ത് തന്നെ വേറെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പല സ്ഥലത്തും കറങ്ങിയിട്ട് വരും മനസ്സ്. അപ്പം ആ ശ്രുതി ശ്രവണം എങ്ങനെ ചെയ്യണമെന്ന് ഭാവാർത്ഥത്തിൽ വളരെ വിശദമായിട്ട് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ആധുനിക സമൂഹത്തിന് പ്രത്യേകിച്ചും ബാധകമാണ് ഈ ശ്ലോകത്തിലെ വിഷയം. അപ്പം നമ്മൾക്ക് ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മളെ യോഗത്തിലൂടെ ഭഗവാനെക്കുറിച്ച് നമ്മൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ശ്രവണത്തിലൂടെ ഭഗവാനെക്കുറിച്ച് ഭഗവാനിൽ വിശ്വാസമുണ്ടായിരിക്കണം. എന്തായാലും നമ്മൾക്ക് യോഗം പഠിക്കാനുള്ള യോഗമുണ്ടായില്ല, അല്ലേ? അതിനുള്ള അവസരമുണ്ടായില്ല, യോഗമില്ല നമ്മൾക്ക്. അപ്പം അതിന് പോയിട്ടും കാര്യമില്ല, കലിയുഗത്തിൽ അതിന് പോയിട്ടും കാര്യമില്ല. അപ്പം നമ്മൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? ശ്രുതിയാണ്, ശ്രവണമാണ്. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക എന്നാണ് അർത്ഥം. എന്ത് കേൾക്കണം എന്നും വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കേൾക്കണമെന്ന് പറയുന്നില്ല, ഭഗവാനെക്കുറിച്ചാണ് കേൾക്കേണ്ടത്. ആരെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്? നേരത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം. ഇതാരാണ്? ഭഗവാൻ തന്നെയാണ്. അറിവ് എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്, അല്ലേ? വാസുദേവ പരം ജ്ഞാനം. എന്തിനെക്കുറിച്ചുള്ള അറിവാണ് അറിവ്? വാസുദേവനെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. വാസുദേവ പരോവേദ. അറിയേണ്ടത് ആരെയാണ്? വാസുദേവനെ കുറിച്ച് തന്നെയാണ് അറിയേണ്ടത്. ആ അറിവ് ആരാണ് നൽകുന്നത്? ആ അറിവ് നൽകുന്നതും ഭഗവാൻ തന്നെയാണ്. മത്തസ്മൃതി ജ്ഞാനം ആപോഹനം. അറിവ് നൽകുന്നതും ഭഗവാനാണ്, നമ്മൾ അറിയേണ്ടതും ഭഗവാനെക്കുറിച്ചാണ്. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം. ആ അറിവുകൊണ്ട് നമ്മൾ എത്തിച്ചേരുന്നതും എവിടെ തന്നെയാണ്? ഭഗവാനിലാണ്. അപ്പം നമ്മൾ അറിയേണ്ടത് ഭഗവാനായതുകൊണ്ട് നമ്മൾ കേൾക്കേണ്ടത് ആരെക്കുറിച്ചാണ്? നമ്മൾ കേൾക്കേണ്ടത് ഭഗവാനെക്കുറിച്ചാണ്. അപ്പം ഭഗവാനെക്കുറിച്ച് എവിടെ നിന്ന് കേൾക്കണം, ആരിൽ നിന്ന് കേൾക്കണം, ഇതും വിശദമായിട്ട് പറയുന്നുണ്ട്, അല്ലേ? ഭഗവാനെക്കുറിച്ചുള്ള ചൈതന്യ മഹാപ്രഭു ഇവിടെ എന്താണ് പറയുന്നത്? നമ്മൾ ഇക്കാലത്ത് എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് പറയും. നമ്മൾ ഭഗവാനെക്കുറിച്ചുള്ള ഊഹങ്ങളാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് പറയും. ഭഗവാനെക്കുറിച്ച് ഊഹിച്ചത് കൊണ്ട് കാര്യമില്ല. ഊഹങ്ങൾ കൊണ്ട് ഭഗവാനെക്കുറിച്ച് ഒരിക്കലും മനസ്സിലാകില്ല. കാരണം നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാനുള്ള അത്രയും വലിയ മനസ്സ് കിട്ടിയിട്ടില്ല, ഒരു ഉപകരണവും കിട്ടിയിട്ടില്ല. ഊഹങ്ങൾ കൊണ്ട് നമ്മൾ കോടാനുകോടി വർഷം അലഞ്ഞു തിരിഞ്ഞ് നടന്നാലും നമ്മൾ എവിടെയും എത്തുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ചെല്ലാറുണ്ട് ബ്രഹ്മസംഹിതയിൽ, അല്ലേ? പന്ഥാസ്തു കോടി ശതവത്സര സംപ്രഗമ്യോ വായോരഥാപി മനസ്സോ മുനിപുങ്കവാനാം സോപ്യസ്തിയത് പ്രപദ അവിചിന്യതത്വേ. കോടാനുകോടി വർഷം നിങ്ങൾക്ക് ആയുസ്സുണ്ടെങ്കിലും മനസ്സിൻ്റെ വേഗതയിൽ നമ്മൾക്ക് സഞ്ചരിക്കാൻ, മനസ്സിൻ്റെയോ വായുവിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുണ്ടെങ്കിലും അവസാനം നമ്മൾ അത്രയൊക്കെ സഞ്ചരിച്ച് വന്നാലും നമ്മൾക്ക് ഭഗവാനെക്കുറിച്ചുള്ള അറിവ് എത്രയായിരിക്കും? ഭഗവാനെക്കുറിച്ച് നമ്മൾക്ക് അറിയാൻ സാധിക്കും. അവിചിന്യ. ഭഗവാൻ അവിചിന്യനാണ്, അചിന്യനാണ് ഭഗവാൻ. അപ്പോൾ നമ്മുടെ ഊഹങ്ങൾ കൊണ്ട് ഒരിക്കലും ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾക്ക് അറിയില്ലെങ്കിലും നമ്മൾ അറിയുമെന്ന് ഭാവിച്ച് ഊഹിക്കാൻ തുടങ്ങും, അല്ലേ? ഗുരുവായൂരപ്പനല്ലേ? ഗുരുവായൂരപ്പനെ കുറിച്ച് എനിക്കറിയാം, അല്ലേ? ഇന്നലെ രാത്രി ഗുരുവായൂരപ്പൻ പുറത്ത് വന്നു, എന്നിട്ട് സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്ത് വന്നു, സെക്യൂരിറ്റിക്കാരനായിട്ട് സംസാരിച്ചു. സെക്യൂരിറ്റിക്കാരൻ്റെ തൊപ്പി ഊരി ഭഗവാന്റെ കഴുത്തിലിട്ടു, അല്ല ഭഗവാന്റെ തലയിലിട്ടു. ഇന്നലെ ഭഗവാന് ഭയങ്കര വിശപ്പായിരുന്നു, അതുകൊണ്ട് ഭഗവാൻ ആ പാത്രം മുഴുവൻ കാലിയാക്കി വെച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ കാർട്ടൂൺ കാണുന്നില്ലേ? ഇതിനെയാണ് ഊഹം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഭഗവാനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളെന്ന് പറയുന്നത്. ഇന്നലെ ഭഗവാൻ എന്നോട് പിണക്കമായിരുന്നു. ഇന്നലെ ഭഗവാൻ ഒന്നും കഴിച്ചില്ല, ഞാൻ കൊടുത്തതൊന്നും ഭഗവാൻ കഴിച്ചില്ല. അപ്പോൾ നമ്മൾ ഭഗവാനെ വളരെ സില്ലി ആയിട്ട് കാണും, ഭഗവാനെ നമ്മൾ വളരെ ചീപ്പായിട്ട് കണ്ടിട്ട് നമ്മൾ ഊഹിക്കാൻ തുടങ്ങും. ഈ ഊഹങ്ങൾ കൊണ്ട് നമ്മൾ എവിടെയും എത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാനെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ശ്രവണമാണ് മെത്തേഡ്. ശ്രവണം, എന്നിട്ടാണ് കീർത്തനം. ആദ്യം ശ്രവണം എന്ന് പറയും. ആ ശ്രവണം എവിടെ നിന്ന് ചെയ്യണം എന്ന് ശ്രീല പ്രഭുപാദർ വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഭഗവാനെക്കുറിച്ചുള്ള ശാസ്ത്രം, നേരിട്ട് ഭഗവാനെക്കുറിച്ച് പറയുന്ന രണ്ട് ശാസ്ത്രം ശ്രീമദ് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവുമാണ്.
കാരണം ബാക്കി വേദതത്വങ്ങളൊക്കെ ഭഗവാനിൽ വിശ്വാസമുണ്ടാകുന്നത് വരെയുള്ള ശാസ്ത്രങ്ങളാണ്. ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വേദൈശ്ച സർവേ അഹമേവ വേദ്യു. ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകുന്നത് വരെ വേദങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞ് ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, ഭഗവാനെ പേഴ്സണലായിട്ട് അറിയണമെങ്കിലുള്ള 2 ശാസ്ത്രങ്ങളാണ്. ഒന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള ശാസ്ത്രം ഭഗവത്ഗീത, ഒന്ന് ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കൃഷ്ണേന ഗീതം കൃഷ്ണസ്യ ഗീതം, അല്ലേ? ഒന്ന് കൃഷ്ണേന സ്വയം ഗീതം, യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാൻ വിനിസൃത. സ്വയം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാനെക്കുറിച്ച്, അല്ലേ? എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കണം, അല്ലേ? നമ്മൾക്ക് ഏതെങ്കിലും ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് എന്താണ്? അയാൾ ഇങ്ങനെ ആയിരിക്കാം, അയാൾ അങ്ങനെ ആയിരിക്കാം എന്ന് ഊഹിക്കുന്നതാണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പോയി ചോദിച്ചാൽ മതി, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് ജോലി, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരും. ഡയറക്റ്റായിട്ട് നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇതേപോലെ ഭഗവാനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഭഗവാൻ ഡയറക്റ്റായിട്ട് നേരിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങൾ, അല്ലേ? യാ സ്വയം, ശങ്കരാചാര്യ പറയുന്നു, യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാൻ വിനിശ്രിത. നേരിട്ട് ഭഗവാൻ തന്നെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ശാസ്ത്രമാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാസ്ത്രമാണ്. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. നേരിട്ട് ദേവകി പുത്രൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കൃഷ്ണേന ഗീതം. കൃഷ്ണനെക്കുറിച്ച് കൃഷ്ണൻ തന്നെ പറഞ്ഞ ശാസ്ത്രമാണ്. രണ്ടാമത്തെ ശാസ്ത്രം അതിൻ്റെ വിശദീകരണമാണ്. കാരണം ഭഗവാൻ പറഞ്ഞത് കുറച്ച് ഷോർട്ടായിട്ടാണ്, അല്ലേ? സൂത്ര ഫോമിലാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ശ്ലോകം തന്നെ നമ്മൾക്ക് അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾക്ക് മനസ്സിലാകും, അല്ലേ? അന്യേത്യവം അച്ചാനന്ത ശ്രുത്താന്യേഭ്യ ഉപാസതേ തേബി ചാതി തരം ദേവ മൃത്യും ശ്രുതിപരായണം. ഇതൊരു ഷോർട്ടാണ്, ഇതൊരു സൂത്രമാണ്, ഇതൊരു ക്യാപ്സ്യൂളാണ്, അല്ലേ? ക്യാപ്സ്യൂൾ ഫോമിലാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾക്ക് കിട്ടുന്നത് ഭാഗവതത്തിൽ നിന്നാണ്. ഈ സൂത്രത്തിൻ്റെ ഭാഷ്യമാണ് ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യമാണ് ശ്രീമദ് ഭാഗവതം. അത് ആര് തന്നെ രചിച്ചിട്ടുള്ളതാണ്? അതും ആക്ച്വലി ഭഗവാൻ തന്നെ വ്യാസദേവൻ്റെ രൂപത്തിൽ വന്നിട്ട് രചിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ശ്രവണത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത്, ഭഗവത്ഗീതയും ഭാഗവതം. കാരണം അത് വേദത്തിൻ്റെ എസൻസാണ്. ഭഗവത്ഗീതയും വേദത്തിൻ്റെ എസൻസാണ്, ശ്രീമദ് ഭാഗവതവും വേദത്തിൻ്റെ എസൻസാണ്. ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ കേട്ടിട്ട് എന്താണ്? സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദൻ. എല്ലാ ഉപനിഷത്തിൻ്റെയും എസൻസാണ് ഭഗവത്ഗീത. ഭാഗവതത്തിലും അങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? ബ്രഹ്മസംഹിതം. ബ്രഹ്മസംഹിതം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വേദാസ്. വേദത്തിന് ഈക്വലാണ് ഭാഗവതം. ഇത് രണ്ടും വേദത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇതാണ് നമ്മൾ ശ്രവണം ചെയ്യേണ്ടത്, കേൾക്കേണ്ടത്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ തന്നെ പറയുന്നത് ഇത് ദിവസം നമ്മൾ കേൾക്കണം. ഭാഗവതം നമ്മൾ ദിവസം കേൾക്കണം. നിത്യം ഭാഗവത സേവയാം, ശ്രവണം, അല്ലേ? അത് നമ്മൾ കേൾക്കണം എന്ന് പറയും. ആ കേൾക്കുന്നത് ആരിൽ നിന്നായിരിക്കണം എന്നും ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഭഗവാനിൽ വിശ്വാസമുള്ള ഭക്തനിൽ നിന്നാണ് നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കേണ്ടത്. നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാരാവണമെന്ന് നിർബന്ധമില്ല, അല്ലേ? ഭഗവത്ഗീത പറയുന്നത് വലിയ സംസ്കൃതം പഠിച്ച ഒരു PhD സ്കോളർ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ സാധാരണ അങ്ങനെയും കൺസിഡർ ചെയ്യാറുണ്ട്, അല്ലേ? അദ്ദേഹം PhD ആണ്, സംസ്കൃതത്തിൽ PhD ആണ്, അതുകൊണ്ട് നമ്മൾ ഭഗവത്ഗീത അവരിൽ നിന്ന് കേൾക്കണം, അങ്ങനെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഇവിടെ പറയുന്നില്ല, അങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്നില്ല. ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? ആരിൽ നിന്ന് കേൾക്കണമെന്ന് 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തദ് വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. തത്വദർശിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സാക്ഷാത്കരിച്ച വ്യക്തികളിൽ നിന്ന്, ഭഗവാനെ കുറിച്ചുള്ള തത്വം ഗ്രഹിച്ച, ഭഗവാനിൽ വിശ്വാസമുള്ള ഭക്തന്മാരിൽ നിന്നുമാണ് നമ്മൾ കേൾക്കേണ്ടത്. PhD സ്കോളർ ആയതുകൊണ്ട് വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അവർ വ്യാകരണമാണ് മെയിനായിട്ട് പഠിക്കുന്നത്, അല്ലേ? വ്യാകരണം പഠിച്ചാൽ ഭഗവാനെ മനസ്സിലാക്കണമെന്നില്ല, കാരണം അക്ഷരത്തിൽ ഭഗവാൻ ഉൾക്കൊള്ളുന്നില്ല.
അതുകൊണ്ടാണ് ശങ്കരാചാര്യ പറഞ്ഞത് നഹി നഹി രക്ഷതി ദുകൃഞ്ഞ് കാരണം. നിങ്ങളെ വ്യാകരണം കൊണ്ട് മാത്രം കാര്യമില്ല. ഗോവിന്ദനെ ഭജിക്കൂ പ്ലീസ്, ദയവായിട്ട് ഭഗവാനെ ഭജിക്കൂ. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം. ഭജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കൂ എന്നാണ്. ഭഗവാനെ സേവിക്കൂ, ഭഗവാനെ സേവിക്കൂ, ഭഗവാനെ സേവിക്കൂ. ഭഗവാനെ സേവിക്കല്ലാണ്ട് വേറെ ഒരു മാർഗവുമില്ല എന്ന് ശങ്കരാചാര്യ പറഞ്ഞു, പണ്ടേ പറഞ്ഞു. ഇപ്പം ചൈതന്യ മഹാപ്രഭു ഈ അടുത്ത് ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം. 3 പ്രാവശ്യം പറയും. ശങ്കരാചാര്യൻ 3 പ്രാവശ്യം പറഞ്ഞു ഭഗവാനെ സേവിക്കൂ, ഭഗവാനെ സേവിക്കൂ, ഭഗവാനെ സേവിക്കൂ. മൂഢമതി എന്നും പറഞ്ഞു. അല്ല, നമ്മളോടാണ് സ്പെസിഫിക്കലി. ഇവിടെ അജാനന്ദ എന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ നമ്മളെന്താണ്, ഞാൻ അറിയാത്ത ആളല്ല എന്ന് സമ്മതിക്കാൻ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിത് സ്വീകരിക്കുന്നില്ല അല്ലേ. അജാനന്ദ ആണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് സ്വീകരിക്കും. അപ്പോൾ ശങ്കരാചാര്യ പറഞ്ഞതും ചൈതന്യ മഹാപ്രഭു പറഞ്ഞതും സെയിമാണ്. ഭഗവാനെ സേവിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വേറെ വഴിയില്ല, വേറൊരു വഴിയില്ല. കലോ നാസ്തേവ 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 ഗതി അന്യത. നമ്മൾക്ക് ഭഗവാനെക്കുറിച്ച് അറിയണമെങ്കിൽ വേറൊരു മാർഗവും കലിയുഗത്തിലില്ല. ഒരു യോഗമാർഗവും നമ്മൾ പഠിക്കുന്നില്ല. പഠിക്കാനുള്ള സിലബസ് എവിടെയുമില്ല. ഒരു യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ ഒരു സിലബസ് ഇല്ല എന്ന് പറയും. അപ്പം നമ്മൾ കേൾക്കേണ്ടത് ഏത് ഗ്രന്ഥമാണ്, ഏത് ശാസ്ത്രമാണ്? ഭഗവത്ഗീതയും ഭാഗവതമാണ്. കേൾക്കേണ്ടത് ആരിൽ നിന്നാണ്? ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ വന്നിട്ടുള്ള ഭഗവാനിൽ വിശ്വാസമുള്ള, ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നാണ്. ഏവം പരമ്പരാപ്രാപ്തം. ഗുരുപരമ്പരയിലൂടെ മാത്രമേ നമ്മൾക്ക് ശ്രവണം സാധ്യമാകുന്നുള്ളൂ. ഞാൻ കേൾക്കാറുണ്ട്, ഞാൻ ദിവസവും ഭഗവാനെക്കുറിച്ച് കേൾക്കാറുണ്ട് എന്ന് നമ്മൾ പറയും. കേരളത്തിലെ ആൾക്കാർ എന്തേ നമ്മൾ നാമം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാൻ ഞാൻ നാമം ജപിക്കാറുണ്ട്, ഞാൻ ഓൾറെഡി ജപിക്കുന്നതാണ് എന്ന് പറയും. നിങ്ങൾ മാലയിലല്ല ജപിക്കുന്നത്, ഞാൻ 24 മണിക്കൂർ എൻ്റെ മനസ്സിൽ ജപിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പം കേൾക്കേണ്ടത് വിശ്വാസമുള്ള ഗുരുക്കന്മാരിൽ നിന്നാണ് എന്ന് പറഞ്ഞു. കേൾക്കേണ്ടത് ഭഗവത്ഗീതയും ഭാഗവതവും ആണ് എന്ന് പറഞ്ഞു. പക്ഷേ കേൾക്കാൻ ഒരു പ്രിപ്പറേഷനും കൂടി വേണമെന്ന്. കേൾക്കാൻ നമ്മൾ തയ്യാറെടുക്കണം. അതെന്താണ് പ്രിപ്പറേഷൻ? നമ്മൾ ഒരു സ്ലേറ്റിൽ ആദ്യമേ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മളെന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവുമോ? എന്താണ് പിന്നീട് രണ്ടാമത് എഴുതിയെന്ന് മനസ്സിലാവുമോ? ഇല്ല. അപ്പം അതുപോലെയാണ് നമ്മുടെ മനസ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഭൗതികവും ആത്മീയവും എല്ലാം മിക്സ് ചെയ്തിട്ട് കിച്ചടിയായിട്ട് അങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ ആ സ്ലേറ്റ് ഒന്ന് തുടച്ചാലേ നമ്മൾ കേൾക്കാൻ തയ്യാറാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ചൈതന്യ മഹാപ്രഭു ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ചേതോ ദർപ്പണം മാർജനം. നമ്മൾ ആ സ്ലേറ്റ് ഒന്ന് തുടച്ചിട്ട് വരാനാണ് പറയുന്നത്. ശ്രവണത്തിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ലേറ്റ് കേൾക്കാനുള്ള മനസ്സ് തയ്യാറാക്കിയിട്ട് വരണം. അപ്പോഴേ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും. ആ കാര്യം ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാതർ പറയുന്നുണ്ട്. ആ സ്ലേറ്റ് തുടയ്ക്കുന്ന മെത്തേഡും പറഞ്ഞിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് സ്ലേറ്റ് തുടയ്ക്കുക? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും പോകുമെന്നാണ് പറയുന്നത്. അതും ഭഗവാനെക്കുറിച്ചുള്ള ശ്രവണവും കൂടിയാണ്. ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിന് മറ്റുള്ളവരെക്കുറിച്ച് കേൾക്കുന്നത് പോലെയല്ല. ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിന് പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? അതിന് ഒരുപാട് റിസൾട്ട് ഉണ്ട്, അതിന് ഫലമുണ്ട്. അറിയാണ്ട് തന്നെ അതിന് ഫലമുണ്ടാകും. ശൃണ്ണതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോയി അഭദ്രാണി വിധുനോതി സുഹൃത്സതാം. കൃഷ്ണനെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭഗവാൻ ആക്റ്റീവാകും. ഭഗവാൻ അതുവരെ അങ്ങനെ പരമാത്മരൂപത്തിൽ ഇരിക്കുകയാണ്. പരമാത്മരൂപത്തിലിരിക്കുമ്പോൾ ഭഗവാൻ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഉപദ്രഷ്ട അനുമന്ദം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അങ്ങനെ നോക്കിക്കാണും. ഉപദ്രഷ്ട നോക്കിക്കാണും, സാക്ഷിയായിട്ട് അങ്ങനെ ഇരുന്ന് നോക്കിക്കാണും. അനുമന്ദ പെർമിഷൻ നൽകും.
നമ്മൾ വാശി പിടിക്കുന്നതിനനുസരിച്ച് എനിക്ക് ആഗ്രഹമുണ്ട് ആ കാറ് വാങ്ങണം അങ്ങനെ നമ്മൾ ധ്യാനിക്കും. അവസാനം നമ്മൾ വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് അനുമതിയും നൽകും. ഇതാണ് പരമാത്മ രൂപത്തിൽ ഭഗവാൻ ചെയ്യുന്നത്. ഉപദ്രഷ്ട അനുമന്ത. നമ്മൾ ചെയ്യുന്നതൊക്കെ നോക്കി കാണും അല്ലേ. ഭഗവാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പോയാലും ഭഗവാൻ പറയും നീ അങ്ങനെ ചെയ്തില്ലായിരുന്നു. അർജുനോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അർജുനോട് ഭഗവാൻ പറഞ്ഞു ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേത്തി സർവാണി നത്വം വേദ പരന്തവ. നീ ഇതുവരെയുള്ള എല്ലാ ജന്മത്തിൽ ചെയ്തത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്നും ഡിലീറ്റ് ചെയ്തില്ല, ഒന്നും ഫോർമാറ്റ് ചെയ്തില്ല, ഇനി ഒന്നും ഡിലീറ്റ് ചെയ്യാനും പോകുന്നില്ല. ഭഗവാന് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷേ നമ്മൾക്കത് അറിയുന്നില്ല എന്നുള്ളതാണ്. യെസ്, അപ്പം എന്താ പറഞ്ഞത്? യെസ്, അപ്പം നമ്മുടെ ആ സ്ലേറ്റ് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ശ്രവണം സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കണം, ഭഗവാന്റെ നാമം ജപിക്കണം എന്നാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ആ മാലിന്യങ്ങളൊക്കെ പോകുമെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാകുന്നത് അല്ലേ. നമ്മൾ നാമം ജപിച്ചിട്ട് കേൾക്കുമ്പോഴാണോ, നാമൊന്നും ജപിക്കാണ്ട് നമ്മൾ കേൾക്കുമ്പോഴാണോ കാര്യങ്ങൾ മനസ്സിലാവുന്നത്? അല്ല, ചിലപ്പോൾ നാമജപം തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ, ഭഗവത്ഗീതയൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ നാമജപം തുടങ്ങിയതിന് ശേഷം പഠിക്കുമ്പോഴാണ് നമുക്ക് വലിയ വ്യത്യാസം മനസ്സിലാകുന്നത്. കാരണം എന്താണ്? ഇത് സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത്? ചേതോ ദർപ്പണമാർജനം. നമ്മുടെ ആ സ്ലേറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കേൾക്കുമ്പോൾ നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ എത്ര കേൾക്കണമെന്നാണ് പറഞ്ഞത്? ഞാൻ ഒരു ദിവസം കേട്ടു അടുത്ത ദിവസം നിർത്തി എന്നല്ല, നമ്മൾ നിരന്തരം കേൾക്കണമെന്നാണ് പറയുന്നത്. ഈ ശ്രവണം നമ്മൾ കുറച്ച് കാലം നിരന്തരമായിട്ട് കേൾക്കണം. നിത്യം എന്ന് പറയും. നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും. പെട്ടെന്ന് തന്നെ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവുന്നു എന്ന് പറയുന്നില്ല. ഭഗവാൻ പറയുന്നുണ്ട് കാലേനാത്മനി വിന്ദതി. ഇതിന് കുറച്ച് സമയമെടുക്കും എന്ന് പറയും. പെട്ടെന്ന് എനിക്കെല്ലാ ജ്ഞാനമുണ്ട്, ഇതൊരു മാജിക് അല്ല എന്നാണ് പറയുന്നത്. അല്ല, മാജിക്കിൽ നമ്മൾക്ക് പെട്ടെന്ന് എല്ലാം സാധിക്കും. പെട്ടെന്ന് ഒരു മനുഷ്യൻ സ്റ്റേജിലുണ്ടായി വരും അല്ലേ, പെട്ടെന്ന് മാറ്റങ്ങളുണ്ടാകും അല്ല. ഒരു പ്രാവിനെ വേണമെങ്കിൽ മുയലാക്കി മാറ്റാം, പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. അത് മാജിക്കിലാണ് സാധിക്കുന്നത്. പക്ഷെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാജിക്കല്ല എന്നാണ് പറയുന്നത്. ഇതിന് കുറച്ച് സമയമെടുക്കും. കുറച്ച് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കണം എന്നാണ് പറയുന്നത്. നിരന്തരം കേട്ട് കഴിഞ്ഞാൽ ജ്ഞാനം നമ്മളിൽ ഉറച്ചു കിട്ടും എന്നാണ് പറയുന്നത്. ആ ജ്ഞാനം നമ്മൾക്ക് ഉറച്ചു കിട്ടും. കാലേനാത്മനി വിന്ദതി. ആ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാനിലുള്ള വിശ്വാസമാണ് ജ്ഞാനമെന്ന്. ഭഗവാൻ എന്നെ രക്ഷിക്കും, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ സുഹൃത്തായിട്ട് ഭഗവാൻ കൂടെയുണ്ട്. 3 കാര്യങ്ങളാണ് ഈ ജ്ഞാനത്തിൽ പെടുന്നത് എന്ന് ഭഗവാൻ പറയുന്നത്. ഭഗവാനെക്കുറിച്ചുള്ള 3 ജ്ഞാനം എന്താ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ. ഇതാണ് നമ്മൾ അറിയുക. ഇതാണ് ജ്ഞാനം, ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം. എന്താണ് ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ ലോകത്തിൻ്റെയും ഈശ്വരൻ. എല്ലാ ലോകത്തിൻ്റെയും ഈശ്വരൻ, കൺട്രോളർ, സുപ്രീം കൺട്രോളർ, ഈശ്വര പരമകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. പിന്നെ എന്താണ്? നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അധപുംബിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സാനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. ഹരിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് നമ്മൾക്ക് മനസ്സിലാവും. കാരണം ഭോക്താവാണ് ഭഗവാൻ, ഭഗവാന് കൊടുക്കണം എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ രാധാ മാധവ് കി ജയ. ആദ്യം ഭഗവാനെക്കുറിച്ച് മനസ്സിലായത് ഓരോ ലോകത്തിനും വ്യത്യസ്ത ഈശ്വരന്മാരുണ്ടെങ്കിലും സുപ്രീം ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. നമ്മുടെ ഡ്യൂട്ടി ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഭഗവാനാണ് ഭോക്താവ് അല്ലേ. തത്സിദ്ധിർ ഹരിതോഷം, ഹരിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഭഗവാൻ നമ്മുടെ ശത്രുവല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഭഗവാൻ നമ്മുടെ ദോഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കുന്ന ഒരാൾ. അങ്ങനെയല്ല, ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്ന ആളാണ്.
സുഹൃതം. ഭഗവാൻ നമ്മുടെ സുഹൃത്താണ്. ഭഗവാൻ നമ്മുടെ ഓപ്പോസിറ്റ് അല്ല. ഭഗവാൻ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അടിക്കാനിരിക്കുന്ന ആളല്ല. ഭഗവാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഭഗവാൻ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവും? നമ്മൾക്ക് സമാധാനമുണ്ടാകും. ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. പേടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എന്തെങ്കിലും ചെയ്യും. ഏത് അവസരത്തിലും ഏത് പ്രശ്നത്തിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ. നമ്മൾക്ക് ചിലപ്പോൾ സൊല്യൂഷൻ കാണാൻ സാധിക്കില്ല, പക്ഷെ ഭഗവാന് സൊല്യൂഷൻ കാണാൻ സാധിക്കും. ഇത് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഒരു ശ്ലോകമുണ്ടല്ലോ, ഏത് പ്രശ്നത്തിലും ഭഗവാൻ ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. എന്താണ്? അമത് പ്രസാദാത് തരിഷ്യസി അല്ലേ? അതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണ്? സർവദുഃഖാനം എന്ന് പറഞ്ഞിട്ട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സർവദുർഗാണ്. മച്ചിത്ത സർവദുർഗാണ് അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗമാണ്. ഈ ലോകത്തിൽ എപ്പോഴും പ്രശ്നമാണ്. നമ്മുടെ മുന്നിൽ ആദ്യം എന്താണ് വരിക? പരിഹാരമാണോ വരിക? പ്രശ്നമാണോ വരിക? ആദ്യം പ്രശ്നമാണ് വരിക. അപ്പോൾ ഈ ലോകത്തിൽ എപ്പം വരുന്നത് എന്താണ്? പ്രശ്നമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ് ദുർഗം. പ്രശ്നങ്ങളാണ്, എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഏത് പ്രശ്നം വന്നാലും മച്ചിത്ത സർവദുർഗാണ്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഏത് പ്രശ്നത്തിൽ പെട്ടുകഴിഞ്ഞാലും മച്ചിത്ത, ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ, ഭഗവാനെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ, സർവദുർഗാണി മത് പ്രസാദ, ഭഗവാന് സന്തോഷമായാൽ ആ പ്രശ്നത്തിൽ നമ്മൾക്ക് പുറത്തു കിടക്കാൻ സാധിക്കും. ഇതാണ് ഭഗവാന്റെ പൊട്ടൻസി. നമ്മൾ വിചാരിക്കും എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഭഗവാൻ ഈസി ആയിട്ട് പുഷ്പം പോലെ അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ഭഗവാൻ ഉണ്ടാക്കരുത് അല്ലെ? യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഈ ചൂതൊക്കെ കളിച്ചിട്ട് എനിക്ക് ഭാര്യ നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, എന്താ അങ്ങ് ഞങ്ങളെ ആ സമയത്ത് സഹായിക്കാതെ? അപ്പം ഭഗവാൻ പറഞ്ഞു, ഈ ചൂതാട്ടത്തിന് ശകുനി പറഞ്ഞു, ദുര്യോധനന് വേണ്ടി ഞാൻ കളിക്കാം എന്ന് ശകുനി പറഞ്ഞു അല്ലേ? അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആയിരുന്നു, യുധിഷ്ഠിരൻ നീ പറയും എനിക്ക് വേണ്ടി ഇതാ കൃഷ്ണൻ കളിക്കും എന്ന് പറഞ്ഞാൽ പ്രശ്നമൊക്കെ തരുമായിരുന്നു, ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ. പക്ഷെ അത് പറഞ്ഞില്ല. നീ തന്നെ കളിച്ചു അല്ലേ? എന്നെ വിചാരിച്ചില്ല, എന്നെ ശരണം പ്രാപിച്ചില്ല. അപ്പം ഇത്രയും ഈസി ആയിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാട്ടിൽ കിടക്കേണ്ടി വന്നു. പല ചുറ്റിത്തിരിയിലും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അപ്പം ഭഗവാനിൽ വിശ്വാസമുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏത് അവസരത്തിലും ഏത് പ്രശ്നത്തിലും ഭഗവാൻ അങ്ങോട്ട് ശരണം പ്രാപിച്ചാൽ മതി, ഭഗവാന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം അത് ഭഗവാനിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദ തരിഷ്യസി അധചേതം അഹങ്കാരാൻ ന ശോഷ്യസി വിനശ്യസി. അത് തടസ്സമായിട്ട് നിൽക്കുന്നത് അഹങ്കാരമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ ചെയ്യും അല്ലേ, ഞാൻ തന്നെ ഇതിന് പ്രശ്നത്തിനൊക്കെ പരിഹാരം, ഭഗവാന്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കറങ്ങി വരേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഈ ശ്ലോകത്തിൽ വായിച്ചത് എങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കാം, എങ്ങനെ മരണത്തിൽ നിന്നും ജന്മമരണ ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിൽ ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ചും മറ്റ് യോഗങ്ങളൊന്നും പഠിക്കാത്തവരെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പോൾ സ്പെസിഫിക്കലി ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നു, ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നു, ആധുനിക കാലത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയും. ആ മാർഗം ശ്രവണമാണ്, കേൾക്കുക എന്നുള്ളതാണ് മാർഗം. എവിടെ നിന്ന് കേൾക്കണം, ആരിൽ നിന്ന് കേൾക്കണം, ഏത് മനോഭാവത്തോടു കൂടി കേൾക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്കിപ്പം 1-2 മിനിറ്റ് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഇത് 18.58.
മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദ തരിഷ്യസി. ഓക്കെ, വേറൊന്നും സംശയമില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ.